ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സിദ്ദിഖ് സാറിൻ്റെ മകൻ്റെ മരണ വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ സിദ്ദിഖ് സാറിൻ്റെ പഴയകാല ലൈഫിനെ കുറിച്ചും പിന്നെ ആ മകൻ്റെ ഒരു ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര വ്യാഡായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇതൊക്കെ ഒരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടൈമാണോ എന്നാണ് എനിക്ക് തോന്നിയത്. ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിൽ ക്യാമറയൊക്കെ പിടിച്ചു പോകുന്ന മീഡിയക്കാരെ നമുക്ക് കുറച്ചെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. ബട്ട് അദ്ദേഹം മകൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അത്രയധികം വേദനയോട് വരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ക്യാമറയും പിടിച്ച് ഓടിപ്പോകുന്നത് കാണുന്നത് ശരിക്കും ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് ചെല്ലുമോ? അത്രയധികം വേദനയോടെയാണ് അദ്ദേഹം വരുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനെ ക്യാമറയൊക്കെ എടുത്ത് പോകുമ്പോഴത്തേനും അദ്ദേഹം എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഒരു മകൻ നഷ്ടപ്പെട്ട പിതാവെന്ന രീതിയിൽ ഇന്നെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹത്തിന് കുറച്ചൊരു റെസ്പെക്റ്റ് കൊടുത്ത് അദ്ദേഹത്തെ ഒന്ന് വെറുതെ വിടാമായിരുന്നു. അതുപോലെ തന്നെ ഒരു മീഡിയയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ക്ലിപ്പിംഗ്സ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. അപ്പം ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം നമുക്ക് ആ ക്ലിപ്പിംഗ്സിലേക്ക് പോവാം. ഇന്ന് വെളുപ്പിന് ഞാൻ സിദ്ദിഖിനെ വിളിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ഫോൺ എടുത്തില്ല. പിന്നീട് അദ്ദേഹം തിരിച്ചു വിളിച്ചു. ഇടറുന്ന ശബ്ദത്തിലായിരുന്നു സംസാരിച്ചത്. ഞാൻ കുറച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. ഷാജ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഇത് താങ്ങാനുള്ള കരുത്തു നൽകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കുകയായിരുന്നു. സിദ്ദിഖിന്റെ അടുത്ത സുഹൃത്തായ നടൻ നാദിർഷിയെ വിളിച്ച് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് സിദ്ദിഖ് ഇത് താങ്ങുക എന്ന്. സിദ്ദിഖ് ആകെ തകർന്നിരിക്കുന്നു എന്ന് നാദിർഷ എന്നോട് പറഞ്ഞു. നാദിർഷ, നമസ്കാരം. അങ്ങയുടെ അടുത്ത സുഹൃത്താണ് സിദ്ദിഖ് എന്ന് എനിക്കറിയാം. അപ്പൊ സിദ്ദിഖിന്റെ മകൻ മരിച്ചു പോയിരിക്കുന്നു, അതിന്റെ വേദനയിലാണ് അദ്ദേഹം. അങ്ങേക്ക് മകനെ പരിചയം ഉണ്ടായിരുന്നോ നേരത്തെ? എനിക്ക് പരിചയമുണ്ട്. അവനെ കുഞ്ഞിലെ തൊട്ടറിയാം. കാരണം സിദ്ദിഖയുടെ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. പഴയ വീട്ടിലും പുതിയ വീട്ടിലും എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ അവനെ ചെറിയ പ്രായം തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാണ്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് ഈ മക്കളുടെ എല്ലാം വളർച്ചയും കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളാണ്. സിദ്ദിഖായ്ക്ക് ഇവരോട് പ്രത്യേക സ്നേഹമായിരുന്നോ? സിദ്ദിഖ അവനൊരു കുഞ്ഞു മോൻ, അതായത് അവന്റെ വീട്ടില് ശരിക്ക് അവനാണ് ഏറ്റവും മൂത്ത ആളെങ്കിലും ഏറ്റവും കുഞ്ഞ് വാവേനെ കൊണ്ടെടുക്കും പോലെയാണ് സിദ്ദിഖയും ഫാമിലിയും എല്ലാവരും. അവന്റെ അനിയനാണെങ്കിൽ പോലും ഇപ്പൊ ഷൈനാണെങ്കിൽ പോലും ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അവന് വളരെ ഈ പറയുന്ന പോലെ ഒരു കൊച്ചുകുട്ടിയെ സോഫ്റ്റായിട്ട് കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന പോലെ കൊണ്ടു നടക്കുന്ന അത് ഞാൻ കണ്ടിട്ടുള്ളത് കംപ്ലീറ്റ്. അവരുടെ ഫാമിലിയിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ പിന്നെ സിദ്ദിഖിപ്പോ ലൊക്കേഷനിൽ വരുമ്പോ 100 നാമം സിദ്ദിഖാക്ക് അവനെ കുറിച്ചിട്ട് പറയാനായിട്ട്. അവന്റെ തമാശകള് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയത് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു സിദ്ദിഖാക്ക്. ഒരിക്കലും അദ്ദേഹം രഹസ്യമാക്കാൻ ശ്രമിച്ചിട്ടുമില്ല, എപ്പോഴും പരസ്യമായി തന്നെയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അല്ലേ? അല്ല, തീർച്ചയായിട്ടും എല്ലാ ഫംഗ്ഷനും അവൻ മൂത്ത മകൻ എന്ന് പറയുന്ന ആ സ്ഥാനം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും അദ്ദേഹം നൽകിയിരുന്നത്. അവന് എല്ലായിടത്തും സിദ്ദിഖ ഫ്രണ്ടിൽ അവനെ തന്നെ നിർത്തുമായിരുന്നു. അതങ്ങനെ തന്നെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. കാരണം ശരിക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഉള്ള പാരന്റ്സിനെ പോലെ അല്ല ഇത്. എന്റെ മകൻ അവൻ ഏറ്റവും മുന്നിൽ മറ്റുള്ള അവന് വേറൊരു കുറ്റവും കുറവോ കാര്യങ്ങളൊന്നുമില്ല. അവൻ ഫ്രണ്ടിൽ തന്നെയാണ്, മറ്റുള്ള എല്ലാ കുട്ടികളെയും പോലെയാണ് തന്നെയാണ് എന്നുള്ളൊരു ആ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ സിദ്ദിഖ് കൊണ്ടുവരുന്നതാണ്. പട വിഷമായി കാണുമല്ലേ? ഇന്നലെ കണ്ടപ്പോ ഭയങ്കര സങ്കടമായി കാണുമല്ലോ സിദ്ദിഖിന്? അയ്യോ, തീർച്ചയായിട്ടും. കാരണം സിദ്ദിഖിന്റെ ഒരു അവസ്ഥ നമ്മൾ ഇത്രയും വർഷം പരിചയമായിട്ടും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തെ വിളിച്ചത് തന്നെ വളരെ ഒരു തെറ്റായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ആരോടെങ്കിലും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും അദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഏജ് ഉണ്ടായിട്ടും ഈ ഷാജൻസ്കറിയൊക്കെ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇയാൾ എന്താണ് ചോദിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് സുഖമാണെന്നാണോ ഇയാൾ ചോദിക്കാനായിട്ട് പോകുന്നത്? ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു മിനിമം മാനേഴ്സിൽ പെടുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തെ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് സമ്മതിക്കുക എന്നുള്ളത്. ഈ ഒരു അവസ്ഥയിൽ പോലും പോയി ഫോൺ വിളിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു എന്ത് എന്നൊക്കെ ചോദിക്കുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്.
പിന്നെ ഈ മീഡിയയുടെ തലപ്പത്തിരിക്കുന്ന ആൾ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ സിദ്ദിഖിന് നല്ല വിഷമമായിട്ടുണ്ടാവുക അല്ലേ എന്ന്. പിന്നെ മകൻ മരിച്ചാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ആണോ ഉണ്ടാവുക? ഇയാൾക്കൊക്കെ അങ്ങനെയാണോ ഉണ്ടാവുക? സോ ഇയാളുടെ ഒരു പ്രിയപ്പെട്ട ആൾക്കാർ നഷ്ടപ്പെടുവാണെങ്കിൽ ഇയാൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണോ ഉണ്ടാവുക? എന്തൊരു പൊട്ട ക്വസ്റ്റ്യനാണ് ഇയാൾ ചോദിക്കുന്നത്. ഇയാളാണ് ഒരു മീഡിയയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന് ആലോചിക്കുമ്പോൾ വെറുതെ അല്ല മറുനാടൻ എന്ന് പറയുന്ന ചാനൽ ഈ ഒരു അവസ്ഥയിലുള്ളത്. അതുപോലെ തന്നെ ഓരോ വീഡിയോസിൻ്റെ അടിയിൽ സിദ്ദിഖ് സാറിൻ്റെ വീട്ടിലേക്ക് വരുന്ന ഓരോ സെലിബ്രിറ്റീസിൻ്റെയും ഡ്രസ്സിങ്ങിനെ കുറിച്ച്, ഹെയർ സ്റ്റൈലിനെ കുറിച്ച്, അവരുടെ മേക്കപ്പിനെ കുറിച്ച് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ കമൻ്റ് ഇടുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് അവരുടെ ഒരു വേദനയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, അല്പം ഹ്യൂമാനിറ്റി കാണിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും സിദ്ദിഖ് സാറിനും ഫാമിലിക്കും ഈ ദുഃഖം താങ്ങാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.